യോഗി ആദിത്യനാഥ് പൊളിച്ചു മാറ്റുന്നത് മുസ്ലിങ്ങളുടെ ഭവനമാണ്, ക്രിസ്ത്യാനികളുടെ ഭവനമാണ്, ന്യൂനപക്ഷങ്ങളുടെ ഭവനമാണ്, ദളിതരുടെ ഭവനമാണ് എന്നൊക്കെ പറയുന്നവർക്ക് മുമ്പിൽ ഒരു വാർത്ത സമർപ്പിക്കാനുണ്ട്. ആ വാർത്ത എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ ബുൾഡോസർ നടപടിയിൽ മനം നൊന്ത് ഒരു BJP നേതാവിൻ്റെ സഹോദരനെ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. UP-യിലെ മൊറാദാബാദിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു മണ്ഡി കമ്മിറ്റിയിൽ ഒരു സെക്രട്ടറിയെ മർദ്ദിച്ച സംഭവം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ യോഗി സർക്കാരിൻ്റെ ബുൾഡോസർ ഇന്നലെ വീണ്ടും മജോള മണ്ഡി കമ്മിറ്റിയിൽ പ്രത്യക്ഷപ്പെട്ടു. 4 മണിക്കൂറിനുള്ളിൽ മണ്ഡിയിലെ 100-ലധികം കയ്യേറ്റങ്ങൾ പൊളിച്ചു മാറ്റി. ഇതിനിടയിൽ മണ്ഡിയിലെ നിരവധി വ്യാപാരികൾ പ്രതിഷേധിച്ചു. സംഘവുമായി ഏറ്റുമുട്ടലുണ്ടായി. പക്ഷേ പോലീസിൻ്റെ കർശന മനോഭാവം കാരണം അവർ പിൻവാങ്ങാൻ നിർബന്ധിതരായി. ഈ നടപടിക്കിടെ കട തകർന്നപ്പോൾ പരിക്കേറ്റ 25-കാരനായ പഴ വ്യാപാരി ചേതൻ സൈനി മേൽക്കൂരയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തതായിട്ടാണ് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത്. ഇയാളും ആ മണ്ഡി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. ഇയാൾ പോലീസിനെ മർദ്ദിക്കാനായി മുമ്പിൽ നിന്ന ആളാണെന്ന് പറയപ്പെടുന്നു. പോരാത്തതിന് ഇയാളുടെ കട തകർക്കുന്നത് കണ്ട് മനം നൊന്താണ് അതിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇന്നലെ ഭരണകൂടത്തിൻ്റെ നടപടിക്ക് ശേഷം ചേതൻ സൈനി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ ഭരണകൂടത്തിൻ്റെ നടപടിയും തുടർന്നുള്ള മഴയിൽ സാധനങ്ങൾ നശിച്ചത് പരാമർശിക്കുകയും ഈ നാശത്തിന് ആരാണ് ഉത്തരവാദികൾ എന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ചേതൻ സൈനിയുടെ മരണം കുടുംബത്തിൽ വളരെയധികം ദുഃഖം സൃഷ്ടിച്ചു. ചേതൻ്റെ ഇളയ സഹോദരൻ വിജേന്ദ്രയ്ക്ക് BJP-യുമായി ബന്ധമുണ്ടെന്ന് ലഭിച്ച വിവരമനുസരിച്ച് മറുവശത്ത് ഈ സംഭവത്തിന് ശേഷം ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക്കും ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ബ്രജേഷ് പഥക്ക് ഈ ചേതൻ്റെ കുടുംബത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. മൊറാദാബാദ് ഉത്തർപ്രദേശ് ഒരു മണ്ഡി വ്യാപാരി ആത്മഹത്യ ചെയ്തതായി ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക്ക് മൊറാദാബാദ് സന്ദർശിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.